വേദനകൾ പേറുന്ന ഹൃദയത്തിൽ നെരിപ്പോട് നീറ്റുന്ന 100 അമ്മമാരാണ്, 100 അമ്മമാരാണ് ഈ യാത്ര അതിന്റെ ദീപശിഖ കൊളുത്തി ഈ യാത്ര ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അങ്ങനെ 100 അമ്മമാരുടെ ഹൃദയവേദനയിൽ കൊളുത്തിയ ആ ദീപശിഖയുടെ പതാകവാഹകരായാണ് ഞങ്ങൾ ഈ ജില്ലകളിലുടനീളം യാത്ര ചെയ്തത്. അങ്ങനെ 14 ജില്ലകൾ ഇന്നിപ്പോൾ ഈ സായാഹ്നത്തിൽ, ഈ മനോഹരമായ സായാഹ്നത്തിൽ, പുതുമയുടെ ഈ മനോഹരമായ സ്ഥലത്ത് നമ്മൾ ആ 14 ജില്ലകളുടെ അവസാന ജില്ലയിലെ അവസാന സമ്മേളനം പൂർത്തിയാകുന്നു. പിന്നീട് നാളെ കോഴിക്കോട് കടപ്പുറത്ത് ഇതിന്റെ മഹാസമ്മേളനം, അതിന്റെ ഫൈനൽ സമ്മേളനം, കോഴിക്കോട് സമ്മേളനം നടക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ യാത്ര ഇപ്പോ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ, ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം അങ്ങനെ ഒരു കാലത്തിന്റെ ഒരു നീഡ്, ഒരു ആവശ്യകത ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തുടനീളം അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന് മറുപടി. എന്തുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു യാത്ര എന്ന ചോദ്യം എപ്പോഴും പ്രസക്തമാണ്. SK നിങ്ങൾക്കറിയാം, മാർഷികണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകന് 40 വർഷങ്ങൾ, മാധ്യമപ്രവർത്തന ജീവിതത്തിന്റെ 40 വർഷങ്ങൾ ഉറപ്പായും ആഘോഷിക്കപ്പെടേണ്ടതാണ്. അതിന് കാരണം ഞങ്ങളെ പോലെയുള്ള ഒരു സാധാരണ മാധ്യമപ്രവർത്തനല്ല. SK അദ്ദേഹം കടന്നു വന്ന വഴികളിലൊക്കെ വലിയ പാത്ബ്രേക്കിംഗ് തീരുമാനങ്ങൾ എടുത്ത, മാധ്യമ മേഖലയിൽ തന്നെ വലിയ ചലനങ്ങളും വലിയ മാറ്റങ്ങളും ഉണ്ടാക്കിയ, വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ മാധ്യമ പ്രവർത്തനത്തിന് 40 വർഷങ്ങളാണ്. SKന്റെ 40 വർഷങ്ങൾ ഉറപ്പായും അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ 40 വർഷങ്ങൾ ആഘോഷിക്കുക എന്നതിനപ്പുറം ഒരു സന്ദേശവാഹക യാത്രയാക്കി മാറ്റാം എന്ന് തീരുമാനിക്കുന്നതിന് മൂർത്തമായ ചില യാഥാർത്ഥ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, 2025 ഈ വർഷം പുലരുന്നത് 2024 ഡിസംബർ 31-ന് 12:20 ആകുമ്പോൾ ആദ്യ വാർത്ത വരുന്നത് എന്താണ്? 15ഉം 16ഉം വയസ്സായ 2 കുട്ടികൾ ചേർന്ന് 30 വയസ്സുള്ള ഒരു യുവാവിനെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ കുത്തിക്കൊന്നു എന്നതാണ് ഈ പുതുവർഷത്തെ ഈ 2025 നമ്മൾ കാണുന്ന ആദ്യ വാർത്ത. പിന്നീട് ഇങ്ങോട്ട് എത്ര ചോര നമ്മൾ കണ്ടു ഈ മാസങ്ങളിൽ എന്നോർത്താൽ മാത്രം മതി. താമരശ്ശേരിയിൽ അമ്മയുടെ കഴുത്തറക്കുമ്പോൾ കൈവറയ്ക്കാത്ത, കുറ്റബോധം തോന്നാത്ത മുഖ്യനായ ഒരു പുത്രനെ നമ്മൾ കണ്ടു. അതിനവൻ പറഞ്ഞ കാരണം എന്താണ്? ഈ സ്ത്രീ എനിക്ക് ജന്മം നൽകി എന്നതാണ്. കുറ്റബോധമില്ലാതെ പോലീസിനോട് ട്യൂമർ ബാധിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ട്യൂമറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ വാടിയ തണ്ടുപോലെ വാടിത്തളർന്ന പാവം സാത്വികയായ പരമസാധുവായ ഒരു വീട്ടകത്ത് കിടന്നുറങ്ങുന്ന വീട്ടമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വടിവാളെടുത്തുകൊണ്ട് വന്ന് കഴുത്തിന് വെട്ടി കൊന്നിട്ട് പറഞ്ഞ ന്യായമാണ്. എന്താണ് പറഞ്ഞ ന്യായം? ഈ സ്ത്രീ എനിക്ക് ജന്മം തന്നു എന്നതാണ് ന്യായം. താമരശ്ശേരിയിൽ തന്നെ ഒരു മകനെ നമ്മൾ കണ്ടു. കോഴിക്കറി ചോദിച്ച് വീട്ടിൽ കോഴിക്കറിയില്ല, മുട്ട വാങ്ങാൻ വേണ്ടി പണം കൊടുത്തുകൊണ്ട് മുട്ട വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും മുട്ടക്കറി ഉണ്ടാക്കാൻ സവാളയ്ക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന ഉമ്മയുടെ കയ്യിൽ നിന്നും ആ കത്തി വാങ്ങി ഉമ്മയെ ചെരിച്ചു പിടിച്ച് കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു. ഒരു കുറ്റബോധം അവനും ഇല്ല. തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നൊരു മകനെ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെയാണ് ജീവിത സായാഹ്നത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. അപ്പുറത്ത് പലചരക്ക് നടത്തുകയാണ്. പലചരക്ക് നടത്തുന്നതിനിടയിൽ അല്പനേരം റെസ്റ്റ് എടുക്കാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലെ സോഫയ്ക്ക് മുന്നിലൊന്ന് കിടന്നു. മകൻ ഇറങ്ങി ഒന്ന് ഒറ്റ വെട്ട് ഇറങ്ങിയോട് അടുക്കളയിൽ പോയി കുഴഞ്ഞു വീണു. 18 വെട്ടാണ്. സ്വന്തം താതന്റെ, സ്വന്തം പിതാവിന്റെ ദേഹത്ത് ഈ മകൻ വെട്ടിയ വെട്ടിന്റെ എണ്ണം എത്രയാണ്? 18 വെട്ടാണ്. അങ്ങനെ അച്ഛനെ കൊല്ലുന്ന, അമ്മയെ കൊല്ലുന്ന, 7 മാസം വരെ ഗർഭിണിയായ സഹോദരിയുടെ വയറിന് നോക്കി ചവിട്ടാൻ പഠിക്കാത്ത സഹോദരന്റെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിക്ക് MDMA വാങ്ങിക്കൊടുക്കുന്ന +2കാരനായ സഹോദരന്റെ, അങ്ങനെ എന്തൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടു. അത് ഈ വാർത്തകൾ കണ്ട് വാർത്ത വായിക്കുന്ന ആളുടെ മനോനിലയ്ക്ക് തകരാറ് വരും എന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ്, ഒറ്റ ദിവസം തന്നെ 10-14 കൊലപാതകങ്ങൾ പെരുകിയപ്പോഴാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കൂട്ടക്കൊലപാതക വാർത്തകൾ ആവർത്തിക്കുമ്പോഴാണ് വെഞ്ഞാറമൂട് അഫാൻ എന്ന് പറയുന്ന ഒരുത്തം കാട്ടിക്കൂട്ടിയ പേക്കുത്തുകൾ നമ്മൾ കണ്ടതാണ്. 6 മണിക്കൂറിനിടയിൽ 3-4 അടുത്ത് പോയി സഞ്ചരിച്ച് ചെയ്ത കൊലപാതകങ്ങളുടെ എണ്ണം 5ആണ്. 5 കൊലപാതകങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി. അമ്മ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന് കേട്ടോ. ഈ കൊലപാതകങ്ങൾ ചെയ്ത് പൂർത്തിയായതിനു ശേഷം വീട്ടിൽ പോയി ഏതോ കല്യാണത്തിനിടാൻ ഇസ്തിരിയിട്ട് വെച്ച വസ്ത്രമൊക്കെ എടുത്ത് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു, ഞാൻ 5 പേരെ കൊന്നവനാണ്. പോലീസുകാർ തമാശ എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ഒക്കെ ചെയ്ത് ഗംഭീരമായി കുളിച്ചു കുട്ടപ്പനായി സ്പ്രേ ഒക്കെ അടിച്ചൊരുത്തം വന്ന് 5 പേര് കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോന്ന് വിചാരിച്ചു. ഇനി വേറെ വല്ലതാണെങ്കിൽ പുളിവെള്ളം, അവന് കുറച്ച് പുളിവെള്ളം കൂടി ബോധം വരും എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീടാണ് ഇവൻ പറഞ്ഞ സീരിയസ് ആണെന്ന് തിരിച്ചറിയാൻ അവിടെ പോയി നോക്കുമ്പോഴേക്കും വീട്ടിനകത്ത് 2, അപ്പുറത്ത് 2, ഇപ്പുറത്ത് 1, അങ്ങനെ കൂട്ടക്കൊലപാതകങ്ങളുടെ ഒക്കെ നമ്മൾ ആവർത്തന വാർത്തകൾ കണ്ട് തലമരച്ച് ഇനി ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇതിന്റെ ഒക്കെ പിന്നിലെ ചേതോവികാരങ്ങളിൽ പ്രധാനം എന്താണ്, അതിനുള്ള പ്രേരണകളിൽ പ്രധാനം എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇവർ വലിച്ചു കയറ്റുന്ന ഈ കാളകൂടമാണ് ഇവരെ
ഇവരെ മനുഷ്യരല്ലാതാക്കി മാറ്റുന്നത്. മൃഗസമാനർ എന്ന് പറയാൻ കഴിയില്ല. മൃഗങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും രാസലഹരിയോ ഏതെങ്കിലും ലഹരിയോ വലിച്ചുകൂട്ടി അതിന്റെ സഹമൃഗങ്ങളെ കൊല്ലുന്നുള്ളൂ? ഇല്ല. അപ്പൊ മൃഗസമാനം എന്ന് പറയാൻ കഴിയുന്നില്ല. മനുഷ്യനല്ലാതെ പൈശാചികമായി മാറ്റുന്നത് ഈ പറയുന്ന മാരകമായ രാസലഹരിയാണ് എന്ന തിരിച്ചറിവിലാണ്. ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നാടുനീളെ ഇറങ്ങിയില്ലെങ്കിൽ വരും തലമുറ അങ്ങേയറ്റം പാഴായി പോകുന്ന ഒരു ജനറേഷനായി പോകുന്ന തിരിച്ചറിവിലാണ് യാത്ര തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് അതിന്റെ 14ാമത്തെ ജില്ലയിൽ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 31 ദിവസമായി. ഞങ്ങളൊക്കെ കുടുംബങ്ങളിൽ ഇറങ്ങിയിട്ട് 31 ദിവസമായി. 31 ദിവസം നമ്മൾ ഈ പുരുവയിലത്ത് ഈ പ്രതികൂല കാലാവസ്ഥയിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ ദേശാന്തര ദേശങ്ങളിൽ കൂടി ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിങ്ങനെ യാത്രയാവുകയാണ്. ഒരു കാര്യം ഉറപ്പായും പറയാം, നമ്മൾ യാത്ര തുടങ്ങി ഇവിടെ എത്തി നിൽക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് പറയാം, നമ്മൾ വാർത്താമുറികളിൽ കണ്ട അല്ലെങ്കിൽ കൊലപാതക പെരുക്കങ്ങൾ, ചോരയുടെ പെരുക്കങ്ങളിൽ നമ്മൾ ഞെട്ടിയ വാർത്താമുറിയിൽ കണ്ട യാഥാർത്ഥ്യം ഒന്നുമല്ല ഗ്രൗണ്ടിൽ. അതിനേക്കാൾ കൂടുതൽ ഭീകരമാണ്, അതിനേക്കാൾ കൂടുതൽ ഭീതിതമാണ്. നമ്മൾ നവോത്ഥാന കേരളമെന്നും നമ്മൾ അങ്ങേയറ്റം പുരോഗമന കേരളമെന്നൊക്കെ ഒരു കാലത്ത് അഹങ്കരിച്ചിരുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന കേരളത്തിന്റെ മുക്കുമൂലകളിൽ നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന MDMA എന്ന് പറയുന്ന ഈ മെത്താംഫെറ്റമിൻ എന്ന് പറയുന്ന മാരക രാസലഹരി സുലഭമായി കിട്ടും എന്ന് പറയുന്ന അതിശയോക്തിയല്ല. നമ്മുടെ കൂടെ ഒരു സംഘം ഗവേഷകർ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഗവേഷകരുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ യാത്ര പൂർത്തിയാക്കുമ്പോൾ നമ്മളുടെ അനുഭവങ്ങളുടെ വലിയൊരു ബാങ്കാണ് ഉണ്ടാവുക. നമ്മുടെ ഈ ഗവേഷക സംഘം സഞ്ചരിച്ച് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആഴത്തിലിറങ്ങി സംസാരിച്ച് ആളുകളുമായി സംസാരിച്ച് അതിന്റെ വളരെ മൈന്യൂട്ടായി വളരെ ഗ്രൗണ്ട് ഡീറ്റെയിൽസ് പ്രതിപാദ്യമാകുന്ന വ്യക്തമാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് നമ്മൾ സർക്കാരിന് മുന്നിൽ വെക്കാൻ പോകുന്നത്. അതിൽ 2 ഭാഗങ്ങൾ ഉണ്ടാകും. ഒന്ന് കോൺഫിഡൻഷ്യൽ ആണ്, ഒന്ന് എന്താണ് നമ്മുടെ നിലവിലെ ലഹരി സ്റ്റാറ്റസ്കോ, നമ്മുടെ നാർക്കോട്ടിക്സ് അവസ്ഥയുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു ഭാഗം ഉണ്ടാകും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി കോൺഫിഡൻഷ്യൽ ആകും. അത് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ തൽക്കാലം പുറത്തു വിടില്ല, അത് സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നതാണ്. അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത് കിട്ടുമെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇതുണ്ടാവുക, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ഏതെങ്കിലും രാഷ്ട്രീയ ദല്ലാളന്മാരുണ്ടോ, ആർക്കെങ്കിലും പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ അടക്കം നമ്മൾക്ക് ബോധ്യമായ കാര്യങ്ങളടക്കം വളരെ രേഖാമൂലം, ചുമ്മാ നമ്മൾ ഏതായാലും ഗ്യാസ് അടിച്ച് വെറുതെ കൊടുക്കില്ല, നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ രേഖാമൂലം തെളിവ് സഹിതം സർക്കാർ വെക്കുന്ന രണ്ടാമത്തെ റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പൊ ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നമുക്കിവിടെ നമ്മുടെ ഒരു ഗവേഷക സംഘം നമുക്കൊപ്പം നടക്കുന്നുണ്ട്. അവർ നമ്മൾ ഇതുപോലെ പോകുന്ന സ്ഥലങ്ങളിൽ ആളുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്, ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. ആളുകളുമായി സംസാരിക്കുമ്പോൾ ചില ആളുകൾ നമ്മൾ 24 നിന്ന് വന്ന ഈ ഗ്രൂപ്പിനൊക്കെ ഒപ്പം വന്ന ഗവേഷക സംഘമാണ് എന്ന് തന്നെ പറയും. അതല്ല, പ്രചരണ വേഷത്തിൽ ഈ പറഞ്ഞ MDMA എവിടെ കിട്ടും എന്നൊക്കെ അന്വേഷിക്കുന്ന വ്യാജത്തിൽ ഇതിന്റെ എന്താണ് യാഥാർത്ഥ്യം എന്നറിയുന്ന ഗവേഷക സംഘങ്ങളുണ്ട്. നമ്മുടെ രീതിയാണല്ലോ ആ രീതി. അപ്പൊ അതിലൊരാളോട് ഈ അടുത്ത ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാൻ പറ്റത്തില്ല, പ്രായം തീരെ ഇല്ലാത്ത ഒരു പയ്യൻ പറയുന്നത്, ഈ സ്ഥലത്ത് പണം കൊടുത്താൽ ഗുണമേന്മയുള്ള MDMA കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവന്റെ പരാതിയാണ് കേട്ടോ. ഈ സ്ഥലത്ത് ക്യാഷ് മുടക്കിയാൽ ഗുണമേന്മയുള്ള MDMA ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ കിട്ടുന്ന MDMAക്ക് എന്തോ കത്തിയ പ്ലാസ്റ്റിക്കിന്റെ മണമാണത്രേ. വ്യാജം കലർത്തുന്നു, മായം കലർത്തുന്നു. എന്താണ് മായം? ഈ പറയുന്ന അജിനാമോട്ടോ എന്ന് പറയുന്ന ഈ പറഞ്ഞ കറികളിൽ ചേർക്കുന്ന സാധനമൊക്കെ പൊടിച്ചു ചേർക്കുന്നു. അപ്പൊ അവന്റെ പരാതി, പൈസ കൊടുത്താൽ ഇവിടെ നല്ല MDMA കിട്ടാനില്ല എന്നാണ് അവന്റെ പരാതി. അതിന് നല്ല MDMA കിട്ടണമെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നയാളെ വിളിക്കുമെന്ന് പറഞ്ഞ നമ്പർ നമുക്ക് തന്നു. ആ നമ്പർ അടക്കം നമ്മൾ പോലീസിനെ ഏൽപ്പിക്കാൻ പോവാണ്. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അത്തരത്തിൽ പരാതിപ്പെടുന്ന ആ പയ്യന്റെ പ്രായം എന്ന് പറയാനുള്ളൂ, ചെറിയ പ്രായമാണ്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയി. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴേക്കും അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു കാര്യം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഒരു ലഹരിക്കടിമയായ ഒരു വിദ്യാർത്ഥിയെ പറ്റിയാണ് പറയുന്നത്. ആ വിദ്യാർത്ഥി പഠിക്കുന്നത് PG അല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, വിദ്യാർത്ഥി ഡിഗ്രിക്കല്ല പഠിക്കുന്നത്. ആ ഡിഗ്രി 10ാം ക്ലാസ്സിലല്ല പഠിക്കുന്ന വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി പഠിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ കേവലം 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി MDMA എന്ന് പറയുന്ന മാരക രാസലഹരിക്ക് അഡിക്റ്റായ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു തുടങ്ങിയ കാര്യം പറയുകയാണ്. ഓർത്ത് നോക്കണം, നമ്മളൊക്കെ ഈ തറാപറ എന്ന് പഠിച്ചതിന് ശേഷം കൂട്ടക്ഷരമൊക്കെ ഇക്ഷ ഇണ്ണ ഒക്കെ കൂട്ടക്ഷരമൊക്കെ പഠിച്ചു തുടങ്ങുന്ന പ്രായമാണ് 9ാം ക്ലാസ്.
മുലപ്പാൽ മണം മാറാത്ത പ്രായത്തിൽ ഇവർക്ക് MDMA ഉപയോഗിച്ചു തുടങ്ങിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് ഒരു വോൾക്കാനോയ്ക്ക് മുകളിലാണ് എന്ന് പറയുന്നത് ഞാൻ പേടിപ്പിക്കാനോ ഞാൻ നെഗറ്റീവോ പറയുന്നതല്ല, യാഥാർത്ഥ്യം പറയലാണ്. മറ്റൊരു ഡി അഡിക്ഷൻ സെന്ററിൽ അനുഭവം കൂടി പറയാം. ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. ഡി അഡിക്ഷൻ സെന്ററിൽ പോകുമ്പോഴേക്കും അവിടെ ഒരു പെൺകുട്ടി ഡി അഡിക്ഷനായി വന്നു. പെൺകുട്ടി ആരാണ്? അവൾ പഠിക്കാൻ ആദ്യം സമർത്ഥ, 10ാം ക്ലാസ്സിൽ സ്കൂളിലെ ഏറ്റവും ടോപ്പ് മാർക്ക്, +2-ൽ സ്കൂളിലെ ഏതോ ടോപ്പ് മാർക്ക്, അതിനുശേഷം നീറ്റ് ആദ്യം എൻട്രൻസ് എക്സാം എഴുതി, നല്ല മാർക്ക് നല്ല റാങ്ക് ലിസ്റ്റിൽ വന്നു. പക്ഷേ അവൾ വിചാരിക്കുന്ന കോളേജിൽ കിട്ടാത്തത് കാരണം ഒന്നുകൂടി ഒരു വർഷം പഠിച്ചു, എഴുതി, ഹയസ്റ്റ് റാങ്കുകൾ ഒന്നിൽ വന്നു, വിചാരിച്ച കോളേജിൽ കിട്ടി, മെഡിക്കൽ കോളേജിൽ കിട്ടി. അവളുടെ അമ്മ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞ് 2ാം വർഷമായ ആകുമ്പോഴേക്കും കണ്ണുകൾ കൊഴിഞ്ഞ്, കവിളുകൾ ഒട്ടി, തോളലുകൾ ഉന്തി, ഒരു മനുഷ്യക്കോലം വീട്ടിൽ വന്നു. സ്വന്തം മകളാണ്, രാസലഹരിക്ക് അഡിക്റ്റ് ആയതാണ്. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവൾ +2 ജയിക്കണ്ടായിരുന്നു, ആണ് ഈ പറയുന്ന ഈ വല്ലാത്ത കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു അല്ലല്ലോ എന്ന് പറയുന്ന ഒരമ്മയുടെ കാര്യം പറഞ്ഞു ഡി അഡിക്ഷൻ സെന്ററിലെ ആ ഉദ്യോഗസ്ഥൻ. അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്ന കഥ, കേൾക്കുന്ന, കാണുന്ന, അല്ലെങ്കിൽ നേർക്കുന്ന അനുഭവങ്ങൾ, വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാൻ പഠിക്കുന്ന അമ്മമാർ, എന്തൊരു ഭീകരാവസ്ഥയാണ്, എന്തൊരു ഗതികേടിന്റെ പരമാവധിയല്ലേ. സ്വന്തം മകനെ പേടിച്ച് വീട്ടിനകത്ത് തുറങ്ങാൻ കഴിയാതെ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മകൻ വന്ന് കുത്തിക്കൊല്ലും എന്ന് പേടിച്ച് മാത്രമല്ല, പല അമ്മമാർ പറയുന്നുണ്ട്, ഫോണിലും അല്ലാതെയും ഒക്കെ പറയുന്നു, എന്റെ മകൻ എന്നെ കാണുന്ന അമ്മയെ പോലെയല്ല, എന്റെ മകൻ എന്നെ കാണുന്ന മറ്റൊരു സ്ത്രീയെ പോലെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന അമ്മമാർ നമ്മുടെ ഈ നാടിന്റെ, ഈ കാലത്തിന്റെ, കെട്ടകാലത്തിന്റെ അങ്ങേറ്റ ശാപമല്ലേ. അപ്പൊ അങ്ങനൊരു ഭീകരാവസ്ഥയിലാണ്, അങ്ങനെ ഭീകരകാലത്താണ് നമ്മൾ ഈ യാത്രയുമായിട്ടൊക്കെ മുന്നോട്ടേക്ക് ഇറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര മുന്നോട്ടിറങ്ങുമ്പോൾ പലരും പറയുന്നുണ്ട്, ഇന്നും പറഞ്ഞു, ഒരു ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ മദ്യത്തെ അങ്ങ് മറന്നു പോവാണ്, മദ്യം വലിയ പ്രശ്നമാണ്, മദ്യം എന്നൊക്കെ. ശരിയാണ്, ഒരു തർക്കവും കാര്യത്തില്ല, മദ്യം വലിയ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ രാസലഹരി എന്ന് പറയുന്നത് ലഹരിയല്ല, ഇത് രാസലഹരിയാണ്. ഇത് പക്ക പ്യുവർ കെമിക്കലാണ്. മെത്താംഫെറ്റമിൻ എന്ന് പറയുന്ന ഈ കെമിക്കൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ന്യൂറോണുകൾക്കിടയിലുള്ള, നമ്മുടെ ശാരീരികമായ ന്യൂറോണുകൾ എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. അതിനിടയിലുള്ള സ്പേസിന് പറയുന്ന പേര് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ്. സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ സെറാട്ടോണിൻ, ഡോപ്പമിൻ പോലുള്ള ഹാപ്പി ഹോർമോണുകളുടെ കേന്ദ്രമാണ് അവ. അവിടെ ഈ പറയുന്ന വ്യാജമായി അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കി അവിടെ കയറി പറ്റുകയും ദീർഘനേരം അവിടെ നിൽക്കുകയും പിന്നീട് ഊസ് ഔട്ട് ആവുന്ന പോലെ ഇറങ്ങി പോവുകയും ചെയ്യുന്ന ബോഡിയിൽ മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നാഡീവ്യവസ്ഥയും തലച്ചോറിനെയും ഒക്കെ ഇല്ലാതാക്കി